വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാവേ. അതിനുവേണ്ടി ഒരു മാങ്ങ, ഒരു ക്യാരറ്റ്, പിന്നെ ഇത് വലിയ വെളുത്തുള്ളിയാണേ, അത് കാരണം ഒരു 8 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളകാണേ. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി ഉണ്ട്, കാന്താരി ഇട്ടാലും നല്ല സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ചില്ലി പൗഡർ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1-2 പച്ചമുളക് കൂടുതൽ ചേർത്തോണേ. ഇത് നോർമൽ എരിവ്, കാരണം ഒരു മാങ്ങയും ഒരു ക്യാരറ്റും എല്ലാം ഉള്ളൂ. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ. ഇത് നല്ല വിളഞ്ഞ മാങ്ങയാ കേട്ടോ, തീരെ അങ്ങ് പച്ചയല്ല. ക്യാരറ്റും മാങ്ങയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ആ ഒരു ഇഞ്ചിയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അച്ചാറിടത്തില്ലേ, അതുപോലല്ല ഇത്. ഇച്ചിരി ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കേണ്ടത്. ക്യാരറ്റും മാങ്ങയും കൂടെ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മുടെ ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ലത്. ഇപ്പം ഈ നോയമ്പിൻ്റെ ടൈമും കൂടെ ആയതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. മാങ്ങ അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം, അല്ല അത്രയും സമയം വെറുതെ പോകത്തില്ല. മാങ്ങ ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കനം കുറച്ച് നീളത്തിൽ. ഇനി നമുക്ക് ഈ ക്യാരറ്റും കൂടെ അതുപോലെ അരിഞ്ഞെടുക്കണേ. കുറച്ച് കനം കുറച്ച് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അത് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. അച്ചാറൊക്കെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയല്ലേ, ചോറിനാണേലും കഞ്ഞിക്കാണേലും എല്ലാം. ചിലർ ചപ്പാത്തിയുടെ കൂടെയും അച്ചാർ കഴിക്കുന്നത് കാണാം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അച്ചാർ. ഇതുപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ഇതിനകത്ത് നമ്മൾ റെഡ് ചില്ലി പൗഡർ ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് ആകും. അച്ചാർ ഞാൻ മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ കേട്ടോ. ഇത് പിന്നെ വേറൊരു ടൈപ്പ് അച്ചാറായതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കാണുന്ന ഒരു ഭംഗിയല്ലേ. ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഒരുപോലൊക്കെ ഇരിക്കാനായിട്ട്. ചിലർക്ക് നല്ല സ്പീഡും അരിയാനൊക്കെ. അപ്പോൾ ഇതുപോലെ ഈ ക്യാരറ്റ് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാവേ. നമ്മുടെ ക്യാരറ്റൊക്കെ ഈ ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ഒരു സ്വല്പം വലുതാണ്, അതുകൊണ്ട് ഞാനൊരു 2-3 കട്ട് ചെയ്തിടുവാണേ. ചെറിയ വെളുത്തുള്ളി, നമ്മുടെ നാടൻ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, അതുപോലെ അങ്ങ് ഇട്ടാൽ മതിയേ. കുറച്ച് വലുതാണ്, നമ്മളൊന്ന് കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ നോയമ്പൊക്കെ തുടങ്ങുമ്പോഴാണ് അച്ചാറൊക്കെ ചിലരിടുന്നത് കേട്ടോ. ചിലർക്ക് എല്ലാ ദിവസമൊക്കെ വേണം. ചോറിൻ്റെ ഒക്കെ കൂടെ അച്ചാറുണ്ടല്ലേ ഇഷ്ടമാകത്തുള്ളൂ ആ ഊണ്. നല്ലതാ. ചിലരെപ്പോഴും ഉപയോഗിക്കത്തില്ല, എണ്ണ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഇഞ്ചി നമ്മൾ അതുപോലെ ഈ ക്യാരറ്റൊക്കെ അരിഞ്ഞില്ലേ, അതുപോലെ നീളത്തിലങ്ങ് അരിയണേ. ഞാൻ പൊടിയായിട്ടല്ല അരിയുന്നത്, എല്ലാം ഏതാണ്ട് ഒരു ഷേപ്പിലിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. മുളകും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാൽ മതി. ഇച്ചിരി വലിയ മുളകാണെങ്കിൽ നമുക്കിതൊരു 2 ഇത് ഇച്ചിരി എരിവുള്ള ടൈപ്പ് മുളകാണേ. അപ്പോൾ എരിവുള്ള മുളക് ഇടണം, കാരണം നമ്മൾ ഇതിനകത്ത് ചില്ലി പൗഡർ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഞാൻ നോർമലായിട്ടേ ചെയ്യത്തുള്ളൂ, കാരണം ഒരുപാട് എരിവും ഒക്കെ നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കത്തില്ല. നമ്മൾ വീട്ടിൽ കഴിക്കേണ്ടതല്ലേ, അപ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ നന്നായിട്ട് നോക്കണം. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കാവുള്ളേ. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, മാങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മിക്കവാറും എല്ലാവരും അച്ചാറുണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അധിക ദിവസം പുറത്ത് വെച്ചേക്കരുതേ. നമ്മളൊരു 2-3 ദിവസം കഴുകി അച്ചാറൊന്ന് സെറ്റാകുമല്ലോ, ആ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നല്ലൊരു ഗ്ലാസ് ജാറിനകത്താക്കി, അന്നേരം പിന്നെ കേടാകത്തില്ല കേട്ടോ. നല്ല പുറത്ത് തന്നെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കണേ. ചൂടൊക്കെ അല്ലേ, നമ്മൾ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊരു സെറ്റായതിന് ശേഷം ഒരു 2-3 ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ പൊടിയല്ല ഞാൻ ചേർക്കുന്നത്, ഞാൻ ഉലുവ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് ഇടുകയാണേ. പിന്നെ കുറച്ച് കടുക്. എപ്പോഴും ഇതൊന്ന് പൊട്ടി അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങണം ആ എണ്ണയിലേക്ക്, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇടുന്ന ഉടനെ പൊട്ടിയില്ലെങ്കിലും സാരമില്ല, ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അച്ചാറൊക്കെ കഴിയുന്നത് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ. ചട്ടിയുള്ളവർ. കടുക് ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറണേ. ഒരുപാട് ബ്രൗൺ കളറും ഒന്നും ആകണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അച്ചാറിന് ഒരുപാട് എണ്ണ ചേർക്കുന്നവരുണ്ട്, പക്ഷേ
അധികം ഇപ്പം എണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർക്കും അച്ചാറൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് എണ്ണ അങ്ങ് ഒഴിക്കാതെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണയാകും, അതാണ് ഒരു കുഴപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കേടാകാതിരിക്കാനായിട്ട് ഇതുപോലെ അതിൻ്റെ അച്ചാറിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് നിറച്ച് വെക്കും. അപ്പോൾ പിന്നെ അത് കേടാകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. കേടാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളൂ. കാന്താരി ഉണ്ട്, ഭയങ്കര നല്ലതാണ് ഇതിന് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടേ. കാന്താരി ഉള്ളവർ അതിട്ട് ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർഫുൾ അച്ചാറും കൂടെ ഇത്. ആ ഒരു പച്ചമുളകിൻ്റെ ഗ്രീനും വെളുത്തുള്ളിയുടെ വൈറ്റും ഈ ഓറഞ്ച്, ക്യാരറ്റിൻ്റെ ഓറഞ്ച്, പിന്നെ മാങ്ങയുടെ ഗ്രീനും ആ ഒരു ചെറിയ യെല്ലോ കളറും എല്ലാം കൂടെ ചേരുമ്പോൾ കളർഫുൾ അച്ചാറായിട്ട് മാറും. നമുക്ക് കാണാനും കൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടെങ്കിലാണ് അല്ലേ പെട്ടെന്ന് കഴിക്കാൻ തോന്നും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ്, എരിവ്, പുളി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അച്ചാറ് കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. പിന്നെ വേണ്ട ഒരു സ്വല്പ കായപ്പൊടി, 1/4 ടീസ്പൂൺ. ഇനി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വിനിഗർ. ഇത് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, എന്നാലും എനിക്കൊരു കണക്കുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വിനിഗർ അധികം അങ്ങ് ചേർക്കണ്ട, അത് ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതിയേ. ഇനി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് ഒരു സ്വല്പ വെള്ളം കൂടെ, തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനേ. കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച് വെള്ളം വേണം ഇതിന്. ഈ സമയം നമ്മൾ ഉപ്പ്, പുളി എല്ലാം ഒന്ന് നോക്കി വെക്കണേ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് പുളിയും എരിവും ഉപ്പും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചില്ലേ, ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചാൽ മതി. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവേ. ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു നല്ല ഗ്ലാസ് ജാറിലാക്കി ഒരു 2 ദിവസം വെച്ചേക്കണം. അപ്പോഴേ നന്നായിട്ട് അത് സെറ്റ് ആകത്തുള്ളേ. 2 ദിവസം കഴിഞ്ഞെടുത്താൽ മതി ഈ അച്ചാർ. അപ്പോൾ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ, എന്നിട്ട് ഞാൻ ജാറിലാക്കി കാണിക്കാം. നമ്മുടെ ക്യാരറ്റ് മാങ്ങ അച്ചാർ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഒട്ടും വെള്ളമില്ലാതെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പക്ഷേ ഒരു സ്വല്പം വെള്ളം ഒഴിക്കുന്നത് ആ ഒരു ഗ്രേവിക്കും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വെള്ളം വേണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഇതങ്ങ് എടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറിലേക്ക് ഇത് മാറ്റാം. നല്ല ചൂട് ചോറിൻ്റെയും നല്ല കഞ്ഞിയുടെയും ഒക്കെ കൂടെ നല്ല സൂപ്പർ ഒരു അച്ചാറാണ് കേട്ടോ ഇത്. ക്യാരറ്റും കൂടി ഇട്ട കാരണം വേറൊരു ടേസ്റ്റും കൂടെ കയറി വരുമല്ലോ. എപ്പോഴും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തോട് നമുക്ക് ഒട്ടും മടുപ്പ് വരത്തില്ല. നാരങ്ങ അച്ചാറാണേലും നമ്മൾ ഇതുപോലെ വെള്ള കളറിൽ ഇടാറില്ലേ, ആ ഒരു റെഡ് ചില്ലി ഇട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ഇതുപോലെ വെള്ള കളറിൽ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡിയായി. ഇതിനകത്ത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു നെകയ്ക്ക് വെള്ളമുണ്ട്. ഞാൻ ആ വെള്ളം കുറച്ച് ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊരു 2 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്